Oh my god. He's on air. ഹനാൻഷയാണല്ലോ ഇപ്പോഴത്തെ വിഷയം. പിന്നെ ഈ ഇടയ്ക്ക് ഹനാൻഷയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് എയർ പോയ അഷ്കർ ടെക്കി. എന്തോ ഒരു ഭയം, അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സ് പറയുന്നു. അഷ്കർ ടെക്കി വന്നിരുന്ന് ഹനാൻഷാൻ്റെ മറ്റേ മൊബൈലിൽ ലൈറ്റൊക്കെ എതിർത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയതാണ്. അപ്പോൾ ചിറാപ്പുഞ്ചിയും കഴിഞ്ഞ് മേഘാലയം കഴിഞ്ഞ് ആസാമും കഴിഞ്ഞ് നാഗാലാൻഡും കഴിഞ്ഞ് അങ്ങനെ എത്തിയിട്ടുണ്ടാവും മൂപ്പര്. എന്താണ് അഷ്കർ ടെക്കി പറഞ്ഞത് നമുക്ക് നോക്കാം. ലക്ഷണം കണ്ടിട്ട് സംഗതി കൈവിട്ടു പോയോന്ന് എനിക്കൊരു സംശയമില്ല. അതില്ല, ഹനാൻഷ വന്നിട്ട് ഇവിടെ കുത്താനായിട്ട് ഒരു കേബിള് പോലും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. ഇതെന്താണ് ഇങ്ങനെ? നമ്മുടെ ഹനാൻഷയും കൂട്ടരും ഒരു പ്രോഗ്രാമിന് പോയി. പുറത്തെങ്ങോണ്ട് ആണെന്ന് തോന്നുന്നു, GCC കൺട്രീസിൽ ദമാമിലാന്ന് തോന്നുന്നു. ദമാമിലെങ്ങാണ്ട് ഒരു പ്രോഗ്രാമിന് പോയി. പ്രിപ്പറേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല. വലിയ സൗണ്ട് സിസ്റ്റം വേണം, ഈ കുത്താനുള്ള പിന്ന് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സെറ്റ് ചെയ്യാതെയാണ് വന്നത്. അപ്പോൾ എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല, സോറി, നമുക്ക് നെക്സ്റ്റ് കാണാം എന്ന് പറഞ്ഞ് എന്തോ ഒരു ചിറാപ്പുഞ്ചി കാലിൻ്റെ ഡേലി എന്ന് പറഞ്ഞിട്ട് പോയി. അതാ നിന്റെ വിഷമം. ഈ അഷ്കർ ടെക്കിക്ക് ഒരുമാതിരി പുച്ഛം പരിഹാസം മൂഡിലാണ് ഹനാൻഷ ഷോ അല്ലെങ്കിൽ പാട്ട്, ഹനാൻഷ റിലേറ്റഡ് കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ സംസാരിച്ചു വെക്കുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ജോക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഒരുമാതിരി എന്താ പറയാ, ലോക കുശുമ്പും കുഞ്ഞായ്മയും മൂത്തിട്ടിരുന്നിട്ട് ഒരുത്തിരുന്ന് വിളിച്ചു പറയുന്ന ഒരു ഫീലാണ് എനിക്ക് അഷ്കറിന്റെ ഈ ഒരു സാധനം കണ്ടപ്പോൾ തോന്നി. പിന്നെ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ഷോന് ചെന്നു, അവൻ അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അവൻ പറഞ്ഞു. ആ കാര്യങ്ങൾ പറഞ്ഞതിന് വെച്ചിന് കാലിൻ്റെ അടിയിൽ നിന്ന് വന്ന വർത്താനം പറയുന്ന അഷ്കർ ടെക്കി എന്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഏതോ കാലിൻ്റെ അടിക്ക് ഓടിയിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിലിരുന്നാലും അല്ലെങ്കിൽ ഈ പറയണ പോലെ നമുക്ക് വെളിയിലിരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതാ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്, മനസ്സിലായോ? അതിന് ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ബ്രോ ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു. ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹൈ ഏണിങ്സ് ഉണ്ടാക്കിയ ഒരു ഫിലിമിൽ പാട്ട് പാടിയ ഒരു റെപ്യൂട്ടഡ് സിംഗറിന് ഇത്രയും ഹെയ്റ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.